കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നെഞ്ചിനുള്ളിലാകെ മഞ്ഞു പെയ്യും പോലെ നിന്നെ കണ്ട നേരത്ത് മയങ്ങും. നെഞ്ചിനുള്ളിലാകെ മഞ്ഞു പെയ്യും പോലെ നിന്നെ കണ്ട നേരത്ത് ഓ വർണ്ണത്തിങ്കൾ മെല്ലെ കന്നിത്തേനിൽ മുങ്ങിത്താഴും ആ നേരത്തല്ലോ ഒളി നോക്കുകൊണ്ടു തന്നെ സഖിയാക്കി നിന്നെ ഓമലേ. അകന്നു പോകാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ അറിയാതെ അടുത്തുകൊണ്ടേയിരിക്കും. ഞാനല്ല കാരണം, ആ പാല. ആ പാല്. തൊടല്ലേ? അയ്യോ, ഞാൻ തൊട്ടതല്ല, പാല്. പാല് പാല്. പാല്. പാലല്ലേ കാരണം? പാല്. പാല്. വീണമൊഴുകും പ്രണയമുന്തിരികൾ പൂക്കും എന്റെ പ്രിയനാറ്റം ഞാൻ പ്രണയം കരയിലെ കടം കവിതേ പ്രണയം. പ്രണയം കൊയിലിൻ കൂവൽ പ്രണയം മഴയും പ്രണയമയം മലരിൻ ഇതളിൽ പ്രണയം വന്തി ചുണ്ടി പ്രണയം താരും തളിരും പ്രണയമയം. നിന്നെ കുറിച്ചു ഞാൻ നെഞ്ചിൽ കുറിച്ചു വെച്ച ഗാനം പ്രണയം. എന്റെ പ്രിയനാറ്റം ഞാൻ തരും പദനീ പ്രണയം കരയിലെ അഴകിൽ തുള്ളും കവിതേ പ്രണയം.
കൊഞ്ചും പ്രണയം മിഴിയിൽ തഞ്ചും പ്രണയം ചലനം പോലും പ്രണയമയം ആകാശഗംഗയിലെ ആശാതരംഗങ്ങളിൽ ആര് പാടും പ്രണയം. ലങ്കയ്ക്ക് കാവല് നിൽക്കുന്ന ലങ്കാലക്ഷ്മിയെ പോലെ ഈ തള്ള എന്തിനാ മുറിക്ക് മുന്നിൽ കാവല് നിൽക്കുന്നേ? അവിടെ ലങ്ക കത്തി അമർന്നതുപോലെ ഇവിടെ എന്റെ ശ്രേയമോളുടെ ജീവിതമാ കത്തി അമരുന്നത്. ഭഗവാനെ, ഈ പെണ്ണിതെവിടെ പോയി കിടക്കുക? അങ്ങോട്ട് നീങ്ങേ. ഞാനിവിടെ കിടന്നോളാം. അങ്ങോട്ട് മാറി കിടക്കടാ. എടി 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 ശ്രേയെ, എഴുന്നേറ്റേ എഴുന്നേറ്റേ. നിനക്ക് എങ്ങനെ ഉറക്കം വരുന്നടി? എന്താ അച്ഛമ്മേ? അവിടെ അവള് നിന്റെ ഭർത്താവിന്റെ മുറിയിലാണെന്ന് ഓർക്കണം. അതിനെപ്പറ്റി നിനക്ക് വല്ല വിചാരം ഉണ്ടോ? അതിനിപ്പോ ഞാനെന്ത് വേണം? ഞാൻ അങ്ങോട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ പറഞ്ഞേക്ക്, ഞാനങ്ങ് പോയിക്കോളാം. പൊട്ടി എന്റെ ചേച്ചി. അങ്ങോട്ട് അയക്കാൻ പറ്റുമായിരുന്നെങ്കി അച്ഛമ്മ ഇത്രയും സമയം കളയുമായിരുന്നോ? അതാ പറഞ്ഞത്, അവനവൻ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും കേറി ഇരിക്കുവന്ന്. നീ ഒന്ന് വായടക്കട കാർന്നോരെ. അവന്റെ ഒരു വർത്താനം. ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കണേടി. ആ ഇന്ദുത്തള്ള മുറിയുടെ വാതിക്കൽ കാവല് നിൽക്കുക. അതിനിടയ്ക്കൂടെ ഞാൻ എങ്ങനെയാ നിന്നെ മുറിയിലേക്ക് അയക്കുക? എന്തിനാമ്മേ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടുന്നത്? ന്യായമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എന്തോ പറയാൻ തുടങ്ങിയിട്ട് നീ അവനെ നോക്കുന്ന എന്തിനാടി? അല്ല, കല്യാണത്തിന്റെ അന്നത്തെ സംഭവങ്ങളൊന്നും ഇവനറിയില്ലല്ലോ. നീ ഒന്ന് പോടി. നിന്നേക്കാളും കൂടുതൽ എല്ലാം അവനറിയാം. അവൻ കിടന്ന് ഉറങ്ങുമല്ലേ? നീ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ദേവൻ താലി കെട്ടിയത് എന്തായാലും വൈദേഹി തന്നെ ആണല്ലോ. എന്ത് ചെയ്യാനാ? ഉണ്ടാവേണ്ട സമയത്ത് ഉണ്ടാവാതിരുന്ന ഇവളുടെ തലയിലെഴുത്താണല്ലോ. അതുകൊണ്ടായിരിക്കും എല്ലാം അറിയാവുന്ന ദൈവം തന്നെ വൈദേഹിക്ക് അവകാശപ്പെട്ട സ്ഥാനം അവൾക്ക് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചത്. നീ എന്തു തോന്നിയാസേ പറയുന്നേ? അവസരം ഒത്തു വന്നാല് നീ തന്നെ കൂടെ നിന്ന് അവരെ തമ്മിൽ ഒന്നിപ്പിക്കുന്നു തോന്നല്ലോടി. അല്ല സുലേഖേ, ഇവളാണോ നിന്റെ മോള് അതോ അവളാണോ നിന്റെ മോള്? ഇപ്പൊ അതൊന്നും അല്ലല്ലോ അമ്മേ നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങള്. ന്യായം എന്താണെന്നുള്ളത് നമ്മളെക്കാൾ ദൈവത്തിനല്ലേ അറിയുക. അതുകൊണ്ടാ നമ്മൾ തല കുത്തി നിന്നിട്ടും ശ്രേയയ്ക്ക് അകത്തേക്ക് കയറാനോ വൈദേഹിക്ക് പുറത്തേക്ക് ഇറങ്ങാനോ അവസരം കിട്ടാത്തത്. മിണ്ടിപ്പോകരുത്. ഇനി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ പല്ലു കൊഴിക്കും ഞാൻ, പറഞ്ഞേക്കാം. ഒന്നും ചെയ്യാൻ പറ്റില്ല. മായെടുക്ക, കിടന്നുറങ്ങ. മിണ്ടിപ്പോകരുത്. അവൻ ഉറക്കത്തിൽ എന്തോ പറഞ്ഞതല്ലേ അമ്മേ? നീ ഇവന്റെ കൂടെ ഇവിടെ കിടന്നുറങ്ങ. എനിക്കൊരല്പം മനസമാധാനം എങ്കിലും കിട്ടും. ശ്രേയേ, നീ ഇങ്ങനെ ശില പോലെ ഇവിടെ നിന്നാൽ എങ്ങനെയാടി? അവിടെ നിന്റെ ജീവിതം തകർന്നോണ്ടിരിക്കുക. വാ, വന്നേ, പെട്ടെന്ന് വാടി പെണ്ണേ, വാ. നീ വാതിലടച്ചോ.
ലോകത്ത് എന്തിനേക്കാളും നിന്നെയാണ് എനിക്കിഷ്ടം. ശരിക്കും പറഞ്ഞാൽ ഭ്രാന്ത. എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ കൊതിക്കുന്നത്. പക്ഷേ നിനക്ക് ഭ്രാന്താണെന്ന് ഞാൻ പറയില്ല ഓർമ്മളെ. അതെന്തുകൊണ്ടാണെന്നോ, നീ എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഭ്രാന്ത. എന്താ നിന്ന് കളഞ്ഞത് ഊർമ്മല്ലേ? പോയിക്കോ. നിന്റെ ഇഷ്ടങ്ങൾക്ക് ആരും എതിരില്ല. നിന്നെ ആരും പിടിച്ചു കെട്ടാനും പോകുന്നില്ല. ഞാനൊരു കഥ പറയട്ടെ ഊർമ്മളെ, അത് കേട്ടിട്ട് പോയിക്കോ. ഒരു പെൺകുട്ടി 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി. നേരം വെളുക്കുമ്പോൾ പരീക്ഷയുടെ റിസൾട്ട് അറിയുന്നായപ്പോൾ പരാജയപ്പെടുക എന്ന പേടിയിൽ തലേദിവസം രാത്രി തന്നെ അവൾ ആത്മഹത്യ ചെയ്തു. അജയൻ എന്തിനാ എന്നോട് ഈ കഥയൊക്കെ പറയുന്നത്? ഞാനതിന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയൊന്നുമല്ല. അത്രയും പോലും ബുദ്ധിയില്ലാത്തവളാ. സത്യമായിട്ട് ഊർമിളെ, നീ എത്ര വലിയ മണ്ടിയാണെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ട് തീരുമാനിക്ക. ഞാൻ എന്നും ഇങ്ങനെ കടന്നു വരില്ല. എന്നെങ്കിലും ഒരിക്കലും ഞാൻ ശരിയാവും. അന്ന് നമുക്കൊരു കുഞ്ഞുണ്ടായ നീ ഈ വീട്ടിലെ മഹാറാണി ആയിരിക്കും. പക്ഷെ മറ്റൊരാളുടെ കുഞ്ഞിനെയാണ് നീ പ്രസവിക്കുന്നതെങ്കിൽ നീ മോഹിച്ച് കാത്തു നിന്ന് ആ പദവി നഷ്ടപ്പെടും. ഇത് നീ പോകുമെന്നുള്ള പേടികൊണ്ട് പറയുന്നൊന്നുമല്ല. അതിമോഹിയായ നിനക്ക് ആസ്തിയും അന്തസ്സും പ്രശസ്തിയും അധികാരവും ഒക്കെ ഒരു ഹരമാണെന്ന് എനിക്കറിയാം. പിന്നീടൊരിക്കൽ പാപിയായതിൻ്റെ പേരിൽ അതൊന്നും നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് കരുതി ഞാൻ കാരണം നിനക്ക് എന്താ നഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. ആ സഹതാപം കൊണ്ട് പറഞ്ഞു പോയതാ. ഞാൻ എന്നും ഇങ്ങനെ കടന്നു വരില്ല. എന്നെങ്കിലും ഒരിക്കലും ഞാൻ ശരിയാവും.
അന്ന് നമുക്കൊരു കുഞ്ഞുണ്ടായ നീ ഈ വീട്ടിലെ മഹാറാണിയായിരിക്കും. പക്ഷെ മറ്റൊരാളുടെ കുഞ്ഞിനെയാണ് നീ പ്രസവിക്കുന്നതെങ്കിൽ നീ മോഹിച്ച് കാത്തു നിന്ന് ആ പദവി നഷ്ടപ്പെടും. ഞാൻ കാരണം നിനക്ക് എന്താ നഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. ആ സഹതാപം കൊണ്ട് പറഞ്ഞു പോയതാ. പക്ഷെ മറ്റൊരാളുടെ കുഞ്ഞിനെയാണ് നീ പ്രസവിക്കുന്നതെങ്കിൽ നീ മോഹിച്ച് കാത്തു നിന്ന് ആ പദവി നഷ്ടപ്പെടും. ഭഗവാനെ, പെട്ടെന്ന് ചെല്ലടി, കേറി ചെല്ല, താമസിക്കണ്ട, പെട്ടെന്ന് വേണം. എന്റെ ഒരു ഗതികേട് നോക്കണേ. എടി വൈദേഹി, വൈദേഹി, എടി വൈദേഹി, വാതില് തുറക്കടി. നിന്റെ കാല് പിടിക്കാം, നീ വാതില് തുറക്ക്. ഇപ്പൊ തന്നെ പാതിരാത്രി കഴിഞ്ഞു. നോക്കി നിൽക്കാതെ വാതിലെ മുട്ടി വിളിക്കടി വൈദേഹി. വൈദേഹിജി, വൈദേഹിജി. ശ്രേയ വന്നല്ലോ, ഞാൻ അകലണം. അകലണം. അയ്യോ